ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ പുഴയും കടന്ന് അരവിന്ദൻ്റെയും മകളുടെയും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷം കേൾക്കാം. അങ്ങനെ നമ്മുടെ ഗംഗയും വിനീത് താലി ചാർത്തിയിരിക്കുകയാണ്. താലികെട്ടെല്ലാം കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്ത് വരുന്ന സമയത്താണ് അവിടേക്ക് സുജാതയും വിനീതിൻ്റെ സഹോദരിയായിട്ട് വരുന്നത്. അവരെ കാണുന്നത് വിനീതൊന്ന് ചെറുതായിട്ട് ഭയപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഗംഗയുടെ കൈയും പിടിച്ച് മുമ്പോട്ട് തന്നെയാണ് നടക്കുന്നത്. ഗംഗ പതുക്കെ വിനീതിൻ്റെ പുറകെ നടക്കുകയാണ്. ചെറിയൊരു ഭയവും ഗംഗയ്ക്കുണ്ട്. ആ സമയത്ത് സുജാത വന്നിട്ട് വിനീതുമായിട്ട് നേർക്ക് നേരെ സംസാരിക്കുകയാണ്. ഇത് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ ഇന്ന് തൊട്ട് എനിക്ക് എൻ്റെ മകനല്ല, എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞു. ഇന്നേക്ക് 16-ാം ദിവസം നിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ എൻ്റെ വീട്ടിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞ് ശപിച്ചുകൊണ്ടാണ് സുജാത പോകുന്നത്. ആ സമയത്ത് സുജാതയുടെ അമ്മയൊക്കെ പറയും, സുജാതയെ നീ ഇങ്ങനെ ശപിക്കരുത്, നിൻ്റെ സ്വന്തം മകനല്ലേ എന്ന് പറയും. അങ്ങനെ ഇങ്ങനൊരു കള്ളക്കല്യാണം നടത്തിയിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിക്കും. കള്ളക്കല്യാണമോ എന്ന് കാവേരി ചോദിക്കും. അതേടി ഇതൊരു കള്ളക്കല്യാണം അല്ലയോ എന്ന് ചോദിക്കും. ഇത് മുറപ്രകാരം നടന്ന കല്യാണമാണെന്ന് കാവേരി പറയുമ്പോൾ, മുറപ്രകാരം നടന്നേനെ, ഞാൻ നിൻ്റെയൊക്കെ വീട്ടിൽ വന്ന് നിൻ്റെ അച്ഛനുള്ളപ്പം വന്ന് ഇവിടെ മാന്യമായിട്ട് പെണ്ണ് ചോദിച്ചപ്പോൾ അത് നിങ്ങളെ പണത്തിനും പത്രാസിനും മുന്നിൽ ഞങ്ങൾ ആരും അല്ലായിരുന്നു, ഞങ്ങൾ ദരിദ്രരായിരുന്നു. അപ്പം അവളെ അന്ന് എൻ്റെ മകനെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ ആർക്കും വേണ്ടാതെ വന്നപ്പോൾ അവളെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് പരിഹസിക്കുകയാണ്. ഈ സമയത്ത് സുജാത മോളും പറയും, വിനീതെ നിന്നെ ഒരിക്കലും ഇവർ നിനക്കൊരു വില തരത്തില്ല. ഇവളുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ വില പോലും നിനക്ക് ഇവളുടെ വീട്ടിൽ കിട്ടത്തില്ല. അന്ന് നീ അമ്മയും പെങ്ങളും പറഞ്ഞ വാക്കുകൾ ഓർക്കുമെന്ന് പറയും. മതിയടി ഇവനോട് സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സുജാത മകളുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. വിനീത് വിഷമിച്ച് നിൽക്കുന്നു. ആ സമയത്ത് ശാരദ പറയും, ആ മോനെ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയും. അങ്ങനെ ഗംഗയും കൂട്ടിക്കൊണ്ട് ശാരദയുടെ വീട്ടിലോട്ടാണ് വരുന്നത്. എല്ലാവരും വരുന്നുണ്ട്. ആ സമയത്തും ഗംഗ വളരെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ശാരദയാണ് ഗംഗയ്ക്ക് നിലവിളക്കം കൊടുത്ത് അകത്തോട്ട് കൈപിടിച്ച് കയറ്റുന്നത്. ആ സമയത്ത് ഗംഗയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, ഗംഗ അച്ഛനുള്ളപ്പോഴും പറയും, എനിക്ക് ഒരുപാട് ഉയരങ്ങളിൽ പറക്കണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം, എനിക്ക് ഈ മലയും കുന്നുമല്ല എന്നും കാണുന്നത്, എനിക്ക് ഈ നാടുകളും കടന്ന് മറ്റൊരു നാട്ടിൽ, ഒരു പുതിയ നാട്ടിൽ പോകണം, പുതിയ സ്ഥലമായിട്ടൊക്കെ പരിചയപ്പെടണം, മറ്റൊരു നാട്ടിലോട്ട് കല്യാണം കഴിച്ച് പോകണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഗംഗ അച്ഛനോട് പറയുമായിരുന്നു. സഹോദരിമാരും ചോദിക്കും, ചേച്ചിയുടെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം അതൊക്കെ അച്ഛനുള്ള സമയത്തല്ലേ മോളെ, അച്ഛൻ മരിച്ചതോടുകൂടി എൻ്റെ മനസ്സിലെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തീർന്നെന്നൊക്കെ പറയും. അപ്പോൾ ആ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയാണ് റീവൈൻഡ് ചെയ്ത് ഗംഗ ഇങ്ങനെ ആ വാതിൽപ്പടി കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ നിലവിളക്ക് കൊടുത്ത് ശാരദ ഗംഗയെ വീട്ടിനകത്തോട്ട് കൈപിടിച്ച് കയറ്റുന്നുണ്ട്. അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും ചടങ്ങുകളായിട്ട് പാല് പഴമൊക്കെ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും പതുക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഗംഗയുടെ മനസ്സ് പല വഴി കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. പാല് കൊടുക്കുന്ന സമയത്തും ഗംഗ മറ്റെന്തോ ഒരു ഓർമ്മയിലിരിക്കുകയാണ്. ആ സമയത്ത് കാവേരി വരെ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പാലും പഴമെല്ലാം കൊടുത്തതിന് ശേഷം ഗംഗ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് മോള് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാൻ പറയും. ആ സമയത്ത് വിനീത് പറയും, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു വീട്ടിലൂടെ മാറി താമസിക്കാമെന്നാണ് കരുതുന്നതെന്ന് പറയും. ആ സമയം ശാരദ ചോദിക്കും, അതെന്തിനാ മോനെ ഇത്രയും വലിയൊരു വീടൂടെ കിടക്കുമ്പോൾ നിങ്ങൾ മാറി താമസിക്കേണ്ട കാര്യം എന്തുവെന്ന് ചോദിക്കും. എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മായി, ഞങ്ങൾ വേറൊരു വാടക വീടെടുത്ത് മാറാമെന്ന് പറയും. നിൻ്റെ അമ്മയെ പേടിച്ചിട്ടാണോ എന്ന് മുത്തശ്ശി ചോദിക്കും. അതല്ല മുത്തശ്ശി, മോനെ ഈ വീട്ടിൽ ഒരാൺതുണയില്ല, അരവിന്ദനോ ഇല്ല, ഈ സമയത്ത് ഇത്രയും പെണ്ണുങ്ങൾ മാത്രമുള്ള ഈ വീട്ടിൽ ഒരാൺതുണ നീ മാത്രം, നീയും ഗംഗയോട് ഉണ്ടെന്നുണ്ട് ഇവർക്ക് എന്നൊരു സഹായമാവും എന്നൊക്കെ വിനീതിനോട് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വിനീതിനെയാണ്. വിനീതിൻ്റെ അടുത്ത് പറയും, നീ എന്നൂടെ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് മുത്തശ്ശി പറയുമ്പോൾ വിനീത് പറയും, എങ്കിൽ അതിനകത്ത് എന്നെ കൂടി കൂട്ടും മുത്തശ്ശി, ഞാനും എന്നൂടെ നിന്നോളാമെന്ന് പറയും. അപ്പോൾ കാവേരി ഇങ്ങനെ ഒരു നോട്ടം നമ്മുടെ നിവിനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് പറയും, മോനെ നിവിനെ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, നീ കാരണമാണ് ഇന്ന് വിവാഹം നടന്നത്, നീയും കാവേരി മോളും ഇല്ലായിരുന്നുകൊണ്ട് ഇന്ന് വിനീതിനെ കൊണ്ട് ഗംഗ വിവാഹം കഴിപ്പിക്കാൻ കഴിയില്ലായിരുന്നു, നല്ലൊരു മോനാ നീ, നിനക്കിതിന് എന്ത് പ്രത്യുപകാരം ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം നിവിൻ പറയും, എനിക്ക് പ്രത്യുപകാരം ചെയ്യണം, പക്ഷേ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. എനിക്കൊരു കാര്യം ഞാൻ പറയാം, പക്ഷേ ഇതിപ്പോൾ വേണ്ട മുത്തശ്ശി, ഇപ്പോൾ ഉള്ള സന്ദർഭമല്ല, ഞാൻ പറയാമെന്ന് പറയും. അപ്പം നമ്മുടെ വിനീത് ചോദിക്കും, എന്താടാ നിവിനെ, ഞാൻ പറയാം എന്നിങ്ങനെ നിവിൻ പറയും. ആ സമയത്ത് അവിടെ രണ്ടുപേരും കുറച്ച് ഫോട്ടോസൊക്കെ നിവിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കാവേരി ചോദിക്കും, ആ മൊബൈൽ ഇങ്ങോട്ട് തരും, എനിക്ക് കുറച്ച് ഫോട്ടോസ് ഒന്ന് നോക്കാനാന്ന് പറയും. അങ്ങനെ കാവേരിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കാവേരി തന്നെയാണ് വിനീത് ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം സന്ധ്യ ആകുമ്പോഴത്തേക്ക് കാവേരിയെ വിളിച്ചുകൊണ്ട് ശാരദ പുറത്തോട്ട് വരും. എന്താ അമ്മേ, എടി അവളുടെ മുഖത്തിന് എന്താ ഒരു കനം, ഒരു തെളിച്ചം ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അവൾക്ക് വിവാഹത്തിന് സമ്മതമില്ലായിരുന്നോ?
അപ്പോഴേ കാവേരി പറയും, ഓ അമ്മ ഇപ്പോഴാണോ അത് ചോദിക്കുന്നത്? അല്ലടി ഒരു മുഖത്തിനൊരു വിഷമം കണക്ക്. ഗംഗേച്ചി അങ്ങനെ ആരോട് സംസാരിക്കുന്നതൊന്നുമില്ല, അങ്ങനെ വിഷമമൊന്നും കാണത്തില്ല. ഗംഗേച്ചി ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ വിനീതേട്ടനെ വിവാഹം കഴിച്ചതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. ഈ ശാരദ എന്താ അമ്മേ, ഇന്ന് അവരുടെ അവർക്ക് പ്രത്യേകം റൂമൊക്കെ ഒരുക്കണ്ടേ, ചടങ്ങൊക്കെ നടത്തണം. എന്ത് ചടങ്ങ്? നീ അങ്ങോട്ട് പോയെന്ന് കാവേരി എടുത്ത് പറയും. നീ അപ്പോൾ അതിനെന്താ അവളോട് നിൽക്കട്ടെ, എനിക്ക് അവളോട് വേറൊരു കാര്യം ചോദിക്കുകയാണെന്ന് പറയും. ചടങ്ങ് നടത്തണ്ടേ? എന്ത് ചടങ്ങാ അമ്മേ? അത് അവരുടെ റൂമൊക്കെ ഒരുക്കണ്ടെന്ന് ചോദിക്കും. അവരുടെ പഴയ റൂം തന്നെ കൊടുക്കാം. അയ്യോ അമ്മയെ, മുത്തശ്ശി പറയുന്നത് അവരുടെ ആദ്യ രാത്രിക്കുള്ള റൂം ഒരുക്കണ്ടെന്നാ. ഓ അങ്ങനെ, പിന്നെ പാലും പഴമൊക്കെ എടുത്ത് വെക്കണ്ടായോ എന്നൊക്കെ പറയും. അത് ശരിയാ. ഇവളുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിക്കങ്ങ് വെപ്രാളമാണ്. റൂമൊക്കെ ഒരുക്കണം, ചടങ്ങുകളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ കാവേരിയും പറയും, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വിനീതിനെ വിളിച്ചുകൊണ്ട് വരാം. മോളെ കാവേരി, നീ പോയി ഗംഗയെ കൂട്ടിക്കൊണ്ട് വരാൻ പറയും. അങ്ങനെ അവർ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു മണിയറയായിട്ട് റൂമൊക്കെ ഒരുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാജേശ്വരിയാണ്. രാജേശ്വരി നിവിനടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒരു കള്ളക്കല്യാണം നടന്നതായിട്ടൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ. നീയും അവളും കൂടി ചേർന്ന് ആ വിനീതിനെ അവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇനിയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാ നിൻ്റെ മനസ്സിലിരിപ്പെങ്കിൽ അത് നടക്കത്തില്ല നിവിനെ. ഈ രാജേശ്വരിക്ക് ഒരു വാക്കേ ഉള്ളൂ, അവളെ ഒരിക്കലും ഞാൻ എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കത്തില്ല എന്നൊക്കെ നിവിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിവിൻ പറയും, അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കാവേരി ഇഷ്ടമാണ്, ഞാൻ കാവേരി അല്ലാതെ മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കത്തില്ലെന്ന് തന്നെ രാജേശ്വരിയോട് തറപ്പിച്ച് തന്നെ നമ്മുടെ നിവിൻ പറയുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മളെ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.